കേരളീയനായ ചക്രവർത്തി പെരുമാൾ കൊച്ചിയിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി പ്രവാചകരുടെ തിരുസന്നിധിയിൽ ചെന്ന മലയാളിയായ തിരുനബിയുടെ അനുയായിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ വലിയ അത്ഭുതമാണ്. അവരിൽ യൂറോപ്യന്മാരുണ്ട്, നബിയുടെ അനുയായികളിൽ ആഫ്രിക്കൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്. ആ ഏഷ്യക്കാരിൽ മുത്തനബി തങ്ങളുടെ സ്വഹാബികളിൽ മലയാളിയായ ഒരു സ്വഹാബിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ? താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചക്രവർത്തി പെരുമാൾ കേരളീയനാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. തിരുനബിയുടെ മുമ്പിൽ അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരുന്നു. തിരുനബിയുടെ അനുയായികൾ അന്ന് മദീനയിൽ. അവർ ചോദിച്ചു, നബിയെ, ആ വരുന്നത് യമൻകാരല്ല, അവരുടെ വേഷം ഞങ്ങൾക്കറിയാം. ഇതൊരു വിചിത്രമായ വേഷം. ഭാരതീയരുടെ തനതായ വസ്ത്രവിധാനത്തിലാണ് ചക്രവർത്തി പെരുമാളും അനുയായികളും കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി സലാല വഴി മരുഭൂമിയിലൂടെ തിരുനബിയുടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ പ്രവാചക ശ്രേഷ്ഠന്റെ സന്നിധാനത്തേക്ക് വരുമ്പോൾ ഇഞ്ചി, സഞ്ചബീൽ, ജിഞ്ചർ, ഇഞ്ചി മുറബ്ബയാക്കിയ ഒരു ഭരണി നബി തങ്ങൾക്ക് സമ്മാനമായി കൊണ്ടുവന്നുകൊണ്ടാണ് കേരളീയനായ ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ മുമ്പിലേക്ക് വരുന്നത്. പോകാനൊരു കാരണമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം വളരെ ദൂരത്തല്ല, അടുത്തെത്തിയിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന് സംഭവിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒരു മുഅ്ജിസത്ത്, അമാനുഷികമായ സിദ്ധികളിൽ വെച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു സിദ്ധി, ചന്ദ്രൻ രണ്ട് പിളർപ്പായി ഒരൽപ്പനേരത്തേക്ക് മാറി നിന്ന മഹാത്ഭുതം കേരളത്തിൽ നിന്ന് കണ്ട ആളാണ് ചക്രവർത്തി പെരുമാൾ. പലരോടും അതിന്റെ പൊരുൾ ചോദിച്ചപ്പോ പായ്ക്കിനാവായിരിക്കാം, സ്വപ്നം കണ്ടതായിരിക്കാം. അല്ലല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. കൊച്ചിയിലേക്ക് അറബികൾ എന്ന കച്ചവടത്തിന് വരുന്നുണ്ട്. അവരോടും വിഷയം തിരക്കിയപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ ദൈവദൂതനാണെന്നും ദൈവം അവർക്ക് അഭൗതികമായ രീതിയിൽ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും ഏകനായ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ആ ദൈവത്തിന് ചിത്രങ്ങളോ രൂപമോ ബിംബമോ ഇല്ലെന്നും പറയുന്നു. നാട്ടുകാർ ബിംബാരാധകരായിരുന്നു. അവർ ചോദിച്ചു, ഞങ്ങൾക്കതിന് തെളിവ് വേണം. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് ഈ ചന്ദ്രനെ പിളർത്തിത്തരാൻ കഴിയുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ഇറക്കുകയായിരുന്നു ആ പ്രവാചകൻ ചെയ്തത്. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി പിന്നീട് കൂടിച്ചേരുകയാണ് ഉണ്ടായത്. ഇതൊരു മഹാത്ഭുതമായി സംഭവിച്ചത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ കാഴ്ച കണ്ടാണ് ചക്രവർത്തി പെരുമാൾ കേരളത്തിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത്. അവര് പറഞ്ഞു, നബിയേ, ആരാണ് വരുന്നത്? അവര് യമനികളല്ല, യമൻകാരുടെ വേഷം ഞങ്ങൾക്കറിയാം. അവർ സിറിയക്കാരല്ല, അവര് റോമക്കാരല്ല, അവര് ഇറാഖികളല്ല നബിയെ, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, എത്യോപ്യക്കാരുമല്ല ഈ വരുന്നത്. ആരാണ് തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഈ വരുന്നതെന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി, അത് ഇന്ത്യക്കാരാണ്. അവരോടൊപ്പമുള്ളത് അവരുടെ രാജാവാണ്. ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ മുമ്പിൽ വരികയും ഒരു ദ്വിഭാഷ മുഖേന ഹബീബിനോട് സംസാരിക്കുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തിരുനബിയുടെ മനോഹരമായ വിടർന്നു നിൽക്കുന്ന പ്രഭതൂങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ മുഖം കാണുമ്പോഴേ മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല. അദീ ഇബ്നു ഹാത്തിം പറഞ്ഞ പോലെ, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ ഹബീബിനെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ,
മുത്തുനബിയുടെ മുഖം ഞാൻ കാണുന്നു. ഫറഅയ്തു അന്നഹു മാ ഹുവ ബിവജ്ഹി കദ്ദാബ്. ആ തിരുനബിയുടെ മുഖം കാണുമ്പോൾ ഞാൻ അറിഞ്ഞു, ഇത് നുണ പറയുന്ന ആളല്ല, കളവ് പറയുന്ന ആളല്ല. ഉടനെ വിശ്വസിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്താണ് വിശ്വസിക്കാൻ പറയുന്നത്? ഞങ്ങൾ വിശ്വസിക്കാം. പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് എന്ന ഞാൻ ആ അല്ലാഹുവിന്റെ അന്ത്യ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. മുസ്ലിമാകുന്നു ചക്രവർത്തി പെരുമാൾ. തിരുനബിയുടെ കൂടെ മദീനയിൽ ഒരൽപ്പകാലം താമസിച്ച് അവിടുന്ന് ചോദിച്ചു, ഞാൻ എന്റെ നാട്ടുകാരോട്, ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ? അതിന് സമ്മതം വാങ്ങി. ഒമാന് വഴി വേണം കപ്പൽ കിട്ടാൻ. സലാലയിൽ നിന്ന് കയറുന്ന കപ്പൽ അണയുന്നത് നമ്മുടെ കോഴിക്കോടടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത്. ആ കപ്പൽ കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ എന്ന ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു. ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് ഒമാനിലെ സലാലയിലാണ്. കപ്പൽ കയറാൻ വേണ്ടി വരുമ്പോൾ രോഗം ബാധിക്കുകയും തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം സലാലയിൽ തങ്ങുകയും അവിടെ തന്നെ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്ത് ഇന്നും ഒരു കേരളീയ ചുറ്റുപാടുള്ള കവും തോട്ടവും വെറ്റിലയും വാഴയും വളരുന്ന മരുഭൂമിയിലെ അത്യപൂർവമായ ഒരു ഭൂമികയാണ് സലാലയുടെ ഭൂമിക. ഒമാനിൽ സലാലയിൽ പോയ ആളുകൾക്കറിയാം, ചക്രവർത്തി പെരുമാൾ കിടക്കുന്ന സ്ഥലം ഒരു കേരളത്തിന്റെ കഷ്ണമാണോ? എമ്പലപ്പാടിന്റെ മനോഹരമായ വാഴക്കൂട്ടങ്ങളിൽ കാണുന്ന പോലെ ഇന്ന് സലാലയിൽ ചക്രവർത്തി പെരുമാൾ കിടക്കുന്നിടത്ത് വാഴയുണ്ട്, തെങ്ങുണ്ട്. അവിടെ ഈത്തപ്പന വളരില്ല, അവിടെ തെങ്ങേ വളരൂ. അവിടെ പപ്പായയുടെ കൃഷിയുണ്ട്, അവിടെ അടക്കയുടെ കൃഷിയുണ്ട്. ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും കേരളത്തിന്റെ മണ്ണ് പോലെ. ആ മഹാമനുഷ്യന്റെ മനസ്സിന് അനുചിതമായ അല്ലാഹു ആ മണ്ണിനെ മാറ്റിമറിച്ചതോ ആവോ? ചക്രവർത്തി പെരുമാൾ ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. കേരളീയ മുസ്ലിമീങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് സത്യമതം സ്വീകരിക്കാൻ അങ്ങോട്ട് പ്രവാചകന്റെ അരികത്തേക്ക് വരെ 2700ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു മഹാപുരുഷൻ കേരളീയനാണ്. നമ്മൾ അറിയണം.